ഇറാന് ആയുധങ്ങളും സൈനിക സഹായങ്ങളും നൽകരുതെന്ന കാര്യത്തിൽ ചൈനയുമായി ധാരണയായെന്ന അവകാശവാദവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനിലേക്ക് ആയുധങ്ങൾ അയക്കില്ലെന്ന് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് തനിക്ക് ഉറപ്പ് നൽകിയതായും ട്രംപ് വെളിപ്പെടുത്തി. തന്റെ സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യൽ വഴിയാണ് ട്രംപ് ഇക്കാര്യം അറിയിച്ചത്. വരാനിരിക്കുന്ന ചൈന സന്ദർശനത്തിൽ ഷീ ജിൻപിങ് തന്നെ ഊഷ്മളമായി സ്വീകരിക്കുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. ഇറാനിലേക്കുള്ള ആയുധ കൈമാറ്റം അവസാനിപ്പിക്കണമെന്ന ആവശ്യപ്പെട്ട് താൻ ഷീ ജിൻപിങ്ങിന് നേരിട്ട് കത്തയച്ചിരുന്നതായി ട്രംപ് പറഞ്ഞിരുന്നു. നിലവിൽ ഇറാനിലേക്ക് ആയുധങ്ങൾ വിതരണം ചെയ്യുന്നില്ലെന്ന് വ്യക്തമാക്കി ഷീ മറുപടി നൽകിയതായും അദ്ദേഹം അവകാശം ഉന്നയിച്ചു. ആഗോള എണ്ണ വ്യാപാരത്തിന്റെ സുപ്രധാന പാതയായ ഹൊർമൂസ് കടലിടുക്ക് തുറന്നിടാനുള്ള അമേരിക്കൻ നീക്കങ്ങൾക്ക് ചൈന പിന്തുണ അറിയിച്ചിട്ടുണ്ടെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. സമാധാനപരമായ നയതന്ത്ര നീക്കങ്ങളാണ് അഭികാമ്യമെന്നും എന്നാൽ ആവശ്യമെങ്കിൽ ശക്തമായ സൈനിക നടപടിക്ക് അമേരിക്ക മുതിരുമെന്നും അദ്ദേഹം ഭീഷണി സ്വരം ഉയർത്തി. ഇറാനെ സൈനികമായി സഹായിക്കുന്ന രാജ്യങ്ങൾക്കെതിരെ കടുത്ത സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്താനാണ് ട്രംപ് ഭരണകൂടത്തിന്റെ നീക്കം. ആയുധങ്ങൾ കൈമാറുന്ന രാജ്യങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് 50% വരെ ഇറക്കുമതി തീരുവ ചുമത്തുമെന്ന് ട്രംപ് വ്യക്തമാക്കിയിരുന്നു. ഇറാനുമായുള്ള വ്യാപാര ബന്ധങ്ങളിൽ നിന്ന് മറ്റ് രാജ്യങ്ങളെ പിന്തിരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ട്രംപിന്റെ ഈ നടപടി. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്ക അടുത്തിടെ നടത്തിയ ആക്രമണങ്ങളെ ട്രംപ് ന്യായീകരിച്ചു. വരാനിരിക്കുന്ന ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ആണവ യുദ്ധം നിർമ്മിക്കാനുള്ള ഇറാന്റെ നീക്കത്തെ ഈ ആക്രമണത്തിലൂടെ തടയാനായെന്ന് അദ്ദേഹം ആവർത്തിച്ചു. ഇറാന്റെ തുറമുഖങ്ങളിൽ അമേരിക്ക ഏർപ്പെടുത്തിയ ഉപരോധത്തിന് മറ്റു വൻ ശക്തികളിൽ നിന്ന് കാര്യമായ എതിർപ്പുണ്ടായില്ല എന്നും ഗൾഫ് രാജ്യങ്ങൾ നിലവിൽ സുരക്ഷിതമാണെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. അതേസമയം അമേരിക്കയുമായുള്ള സംഘർഷങ്ങൾക്കിടയിൽ US സൈനിക കേന്ദ്രങ്ങൾ നിരീക്ഷിക്കാൻ ഇറാൻ ചൈനീസ് നിർമ്മിത ഉപഗ്രഹം ഉപയോഗിച്ചതായി റിപ്പോർട്ട്. ചൈനീസ് കമ്പനിയായ എർത്ത് ഐ വികസിപ്പിച്ച TEE-01B എന്ന ഉപഗ്രഹം ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്പസ് ഉപയോഗിച്ചതെന്ന് ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ട് ചെയ്തു. കഴിഞ്ഞ വർഷം രഹസ്യമായി കൈമാറ്റം ചെയ്ത ഈ ഉപഗ്രഹം പശ്ചിമേഷ്യയിലെ US നീക്കങ്ങൾ നിരീക്ഷിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചതായാണ് ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ട് ചെയ്തത്. ഉപഗ്രഹങ്ങൾ ഭ്രമണപഥത്തിൽ എത്തിയ ശേഷം മാത്രം കൈമാറുന്ന ചൈനയുടെ സവിശേഷമായ രീതിയിലൂടെയാണ് ഇറാൻ ഈ ഉപഗ്രഹം സ്വന്തമാക്കിയതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ഇതിനു പുറമെ ബീജിംഗ് ആസ്ഥാനമായുള്ള എംപോസാറ്റ് എന്ന കമ്പനിയുടെ ആഗോള ഗ്രൗണ്ട് സ്റ്റേഷൻ ശൃംഖല ഉപയോഗിക്കാനുള്ള അനുമതിയും ഇറാന് ലഭിച്ചു. അമേരിക്കൻ സൈനിക താവളങ്ങളുടെ കൃത്യമായ സ്ഥാനവും വിവരങ്ങളും ശേഖരിക്കാൻ ഈ സംവിധാനങ്ങൾ ഇറാനെ സഹായിച്ചെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. സൗദി അറേബ്യയിലെ പ്രിൻസ് സുൽത്താൻ എയർബേസ്, ജോർദാനിലെ മുവാഫക് സാൽത്തി എയർബേസ്, ബഹ്റൈനിലെ US 5ാം നേവി ഫ്ലീറ്റ് ആസ്ഥാനം എന്നിവ ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാന കേന്ദ്രങ്ങളുടെ ദൃശ്യങ്ങൾ ഈ ഉപഗ്രഹം പകർത്തിയെന്ന് ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ട് ചെയ്തു. മാർച്ചിൽ പ്രിൻസ് സുൽത്താൻ എയർബേസിന് നേരെ നടന്ന ആക്രമണത്തിൽ അമേരിക്കൻ വിമാനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്ഥിരീകരിച്ചിരുന്നു. കുവൈറ്റ്, ജിബൂട്ടി, ഒമാൻ എന്നിവിടങ്ങളിലെ US കേന്ദ്രങ്ങളും ഉപഗ്രഹ നിരീക്ഷണ വലയത്തിലായിരുന്നുവെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ചൈനീസ് സർക്കാരിന്റെ മൗനാനുവാദമില്ലാതെ ഇത്തരമൊരു സാങ്കേതിക വിദ്യ കൈമാറ്റം സാധ്യമല്ലെന്ന് മുൻ പാശ്ചാത്യ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥർ ആരോപിക്കുന്നു. അതേസമയം ഇറാന് സൈനിക സഹായം നൽകുന്നില്ലെന്നാണ് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം ആവർത്തിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.